ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ്. മുമ്പിൽ 2-3 ക്ലാസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ക്ലാസ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നോട്ട്സുകളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. 1878 ജനുവരി 2-നാണ് പെരുന്നയിൽ മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത്. 1878 ജനുവരി 2-ന് പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകൻ ജനിക്കുന്നത്. ജനുവരി 2 പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കേണ്ട ഡേറ്റാണ്. മന്നം ജയന്തിയായിട്ട് കേരള ഗവൺമെൻറ് അംഗീകരിച്ച ഡേറ്റാണ് ജനുവരി 2. ഓക്കെ, ജനുവരി 2 മന്നം ജയന്തിയാണ്. 2014 മുതലാണ് ജനുവരി 2 മന്നം ജയന്തി പൊതു അവധിയായി കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു തുടങ്ങുന്നത്. 2014 മുതലാണ് ജനുവരി 2 എന്തായി മന്നം ജയന്തിയായി കേരള ഗവൺമെൻറ് പൊതു അവധിയായി പ്രഖ്യാപിച്ചു തുടങ്ങിയത്. ഏറ്റവും മന്നം ജയന്തി മന്നത്ത് പത്മനാഭനിലെ ഏറ്റവും പ്രത്യേകമായ ഒരു ദിവസമാണ് ജനുവരി 2. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ഡേറ്റും ജനുവരി 2 എന്നുള്ള ദിവസവും അതുപോലെ പെരുന്ന എന്ന സ്ഥലവും പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കണം. മുമ്പ് ചോദിച്ചാണ്. മന്നം ജയന്തി വരുന്നത് ജനുവരി 2-നാണ്. അതുപോലെ അദ്ദേഹം മരിച്ച ദിവസം 1970 ഫെബ്രുവരി 25-ആണ്. അടുത്തതായി മന്നത്ത് പത്മനാഭൻ്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി, മാതാവ് പാർവതിയമ്മ, പത്നി തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഇതിൽ പത്നി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ്. മന്നത്ത് പത്മനാഭൻ്റെ പത്നി എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് PSCയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി അറിയപ്പെടുന്നത് തോട്ടയ്ക്കാട്ട് മാധവിയമ്മയാണ്. ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തി കൂടിയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഓക്കെ, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭന് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ 1959 പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി എന്ന ടൈറ്റിൽ നൽകി ആദരിച്ച വ്യക്തിയും മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, PSCയിൽ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. PSCയിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന പദവി നൽകി ആദരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1959 ഭാരത കേസരി എന്ന പദവി നൽകിയത്. വർഷം പ്രധാനമായി ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നമ്മൾ നോക്കിയതിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് PSCയിൽ റിപ്പീറ്റായി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളത് മന്നം ജയന്തി എന്നാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജനുവരി 2-ആണ്. അദ്ദേഹം ജനിച്ച സ്ഥലം പെരുന്ന, ആ സ്ഥലം ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മന്നം ജയന്തി എന്ന് മുതലാണ് പൊതു അവധിയായി കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു തുടങ്ങിയത് എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2014 മുതലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി തൊട്ടേക്കാട്ട് മാധവിയമ്മ എന്നുള്ള ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയുടെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടേക്കാട്ട് മാധവിയമ്മ എന്നാണ്. അതുപോലെ തന്നെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സർദാർ KM പണിക്കറാണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി എന്ന നാമം വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം. മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന നാമം നൽകി ആദരിച്ചത് ആരാണെന്ന് ചോദിക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭാരത കേസരി എന്ന നാമം നൽകി ആദരിച്ച വർഷം ഏതാണെന്ന് ചോദിക്കാം. 1959. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അടുത്തതായി NSSൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. അതുപോലെ നായർ സർവീസ് സൊസൈറ്റി എന്നാണ് NSSൻ്റെ പൂർണ്ണ രൂപം. സർവൻസസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചിരിക്കുന്നത്. സർവൻസസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ NSSൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. സർവൻസസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവീസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിലാണ് NSS മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചിരിക്കുന്നത്.
NSS ആയ നായർ സർവീസ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് 1914 ഒക്ടോബർ 31-നാണ്. രൂപം കൊള്ളുമ്പോൾ നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു അതിൻ്റെ പേര്. എന്നാൽ 1915 ജൂലൈ 11-ന് നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ 1914 ഒക്ടോബർ 31-ന് നായർ ഭൃത്യജന സംഘം എന്ന പേരിൽ രൂപം കൊണ്ടു. അത് 1915 ജൂലൈ 11 ആയപ്പോഴേക്കും നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. NSSൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ NSSൻ്റെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അതിനോടൊപ്പം തന്നെ പഠിച്ചു വയ്ക്കേണ്ട ഒന്നാണ്, NSSൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. NSSൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പൻ, NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. അടുത്തതായി വേറൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, താലികെട്ട് കല്യാണം, തിരണ്ട കുളി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാം. മന്നത്ത് പത്മനാഭനാണ്. താലികെട്ട് കല്യാണം എന്ന് പറയുന്നത് ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് താലികെട്ട് കല്യാണം. അതുപോലെ തിരണ്ട കുളി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. അടുത്തതായി BBC-യിൽ, അതായത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ മലയാളത്തിൽ സംസാരിച്ച കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ അല്ലെങ്കിൽ കേരളത്തിലെ ഒരേയൊരു സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. BBC-യിൽ മലയാളത്തിൽ സംസാരിച്ച കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ഒരേ ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തതായി നായർ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. നായർ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ NSSുമായി ബന്ധപ്പെട്ട് NSSൻ്റെ സ്ഥാപകനാരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS 1914 ഒക്ടോബർ 31-ന് രൂപം കൊള്ളുമ്പോൾ നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു അതിൻ്റെ പേര്. 1915 ജൂലൈ 11-ന് അതിന് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS എന്ന് പേര് നൽകി. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞു. അതുപോലെ താലികെട്ട് കല്യാണം, തിരണ്ട കുളി എന്നീ അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അനാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ്. അതുപോലെ BBC-യിൽ മലയാളത്തിൽ സംസാരിച്ച കേരളത്തിലെ ഏക നവോത്ഥാന നായകനാണ്. അതുപോലെ തന്നെ നായർ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അടുത്തതായി മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കേണ്ട കുറച്ച് വർഷങ്ങളാണ്. 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1921-ലാണ് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. അതുപോലെ 1947-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത്. മന്നത്ത് പത്മനാഭൻ 1947-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുന്നത്. അതേ വർഷം തന്നെ മുതുകുളം സ്പീച്ച് നടത്തി. 1947 തന്നെയാണ് മുതുകുളം പ്രസംഗം നടത്തുന്നത്. ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയ പ്രസംഗമായിരുന്നു മുതുകുളം പ്രസംഗം. ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗമായിരുന്നു 1947 മുതുകുളം പ്രസംഗമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 1947 തന്നെയാണ് INC-യിൽ അംഗമായതും 1947 തന്നെയാണ് മുതുകുളം പ്രസംഗം നടത്തിയതും. ഇത് മുമ്പ് ചോദിച്ചാണ് മുതുകുളം പ്രസംഗം നടത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മുതുകുളം പ്രസംഗം നടത്തിയ വ്യക്തി ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനാണ് 1947. അടുത്തതായി മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട വർഷമാണ് 1949. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1949-ലാണ് മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകുന്നത്. അടുത്തത് 1959-ആണ്. 1959 നമ്മൾ മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു, ഭാരത കേസരി എന്ന നാമം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നൽകി ആചരിച്ചു എന്ന്. അതുപോലെ തന്നെ 1959-മായി ബന്ധപ്പെട്ട ഒന്നാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. 1959-ലാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് അല്ലെങ്കിൽ ലിബറേഷൻ സ്ട്രഗിളിന് നേതൃത്വം നൽകുന്നത്. വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് ജീവശിഖ യാത്ര നടത്തിയ വർഷമാണ് 1959. അപ്പോൾ മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് ജീവശിഖ യാത്ര നടത്തിയ വർഷം 1959-ആണ്. അതായത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1959 വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ യാത്ര നടക്കുന്നത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ്. 1959-ലാണ് ജീവശിഖ യാത്ര നടക്കുന്നത്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖ യാത്ര നടക്കുന്നത്. അടുത്തതായി 1966 പത്മഭൂഷൺ നൽകി ആചരിച്ചു. അദ്ദേഹത്തിന് 1966 രാജ്യം പത്മഭൂഷൺ നൽകി. അതുപോലെ തന്നെ 1959 2 കാര്യങ്ങളാണ്.
വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിഖ യാത്ര നടത്തി. 1959 തന്നെ രാഷ്ട്രപതി എന്ത് ചെയ്തു? അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി എന്ന നാമത്തിൽ ആചരിച്ചു. പിന്നെ 1949 തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. 1947 മുതുകുളം സ്പീച്ച് നടത്തി. അതുപോലെ തന്നെ 1947 INCയിലും അംഗമായി. 1921 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. ഈ വർഷങ്ങളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റായ വർഷങ്ങളാണ്, റിപ്പീറ്റായി ചോദിക്കുന്ന വർഷങ്ങളാണ്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്തതായി മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലമാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. മന്നത്ത് പത്മനാഭനും ശങ്കറും ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. സംഘടനയാണെങ്കിൽ ഹിന്ദു മഹാമണ്ഡലമാണ്, രാഷ്ട്രീയ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഓക്കെ, NSSൻ്റെ പാർട്ടിയാണ് ഈ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നറിയപ്പെടുന്നത്. NSSൻ്റെ പാർട്ടി എന്നറിയപ്പെടുന്നതാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഓക്കെ, അടുത്തതായി മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എന്നറിയപ്പെടുന്നത് എൻ്റെ ജീവിത സ്മരണകളാണ്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഞങ്ങളുടെ FMS യാത്ര, അദ്ദേഹത്തിൻ്റെ മന്നത്ത് പത്മനാഭൻ്റെ പ്രധാന കൃതിയാണ് ഞങ്ങളുടെ FMS യാത്ര എന്നറിയപ്പെടുന്നത്. ഫെഡറൽ മലയിൽ സ്റ്റേറ്റ്സ് എന്നാണ് FMSൻ്റെ ഫുൾ ഫോം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഞങ്ങളുടെ FMS യാത്രയാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ എഴുതിയൊരു നോവലാണ് സ്നേഹലത എന്നറിയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ രചിച്ച നോവലാണ് സ്നേഹലത. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് FMS യാത്ര, ഞങ്ങളുടെ FMS യാത്രയാണ്. ഇനി മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായ അല്ലെങ്കിൽ പത്നിയായ തോട്ടക്കാട്ട് മാധവിയമ്മ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ഈ തോട്ടക്കാട്ട് മാധവിയമ്മ എന്ന് പറയുന്നത്. ഓക്കെ, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. ഇനി മന്നത്ത് പത്മനാഭൻ്റെ ബഹുമാനാർത്ഥം അല്ലെങ്കിൽ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1989 ജനുവരി 2. മന്നത്ത് പത്മനാഭൻ്റെ സ്മരണയ്ക്കായിട്ട് ബഹുമാനാർത്ഥമായിട്ട് തപാൽ സ്റ്റാമ്പ്, ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989 ജനുവരി 2. നമുക്കത് പഠിക്കാൻ എളുപ്പമായിരിക്കും. 1989 ജനുവരി 2 അല്ലേ. ജനുവരി 2 മന്നം ജയന്തിയാണ്. അപ്പോൾ മന്നം ജയന്തി ആ ദിവസം തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്? തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് സ്മരണയ്ക്കായിട്ട്. ഓക്കെ, 1989 ആ വർഷം മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ മന്നം ജയന്തി ഇനി നമ്മൾക്ക് അവധിയായിട്ട്, പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചു തുടങ്ങിയത് എന്ന് മുതലായിരുന്നു? 2014 മുതലാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ഒരു ഏകദേശം ഉള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുക്കുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.